എന്തെങ്കിലും പറ്റുമോ അല്ലി? ഏയ് ഇല്ല സഞ്ജുവേട്ടാ, പെട്ടെന്ന് സ്കേർട്ട് തടഞ്ഞു പോയതാ. അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ടവൾ പറഞ്ഞതും ചെറിയ നഷ്ടബോധത്തോടെ അവളെ നോക്കിപ്പോയി സഞ്ജു. അത്ര നേരം ഭ്രമിപ്പിക്കുന്ന ഈ സൗന്ദര്യം കൈക്കുള്ളിലായിരുന്നു എന്നതിൻ്റെ സന്തോഷവും അവനിലുണ്ടായിരുന്നു. മാധവിനോട് ദേഷ്യം പിടിച്ച് ചവിട്ടിത്തുള്ളിപ്പോയവൾ നേരെ ചെന്ന് വീണത് സഞ്ജുവിൻ്റെ മുന്നിലാണ്. പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തുമ്പോഴാണ് നമ്മുടെ ചെക്കൻ വരുന്നതും നോക്കി നിൽക്കുന്നതും എല്ലാം. അല്ലിയോടടുക്കാൻ ഇതൊരവസരമായി എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു സഞ്ജു. അത്ര വേഗം വീഴുന്ന ടൈപ്പല്ലെന്ന് അവനറിയാവുന്നതാണ്. എങ്കിലും ഒരു ചാൻസ് കിട്ടിയതല്ലേ, അതിൽ പിടിച്ച് കയറാലോ എന്നൊരാലോചന. ഞാൻ കൊണ്ടാക്കി തരണോ അല്ലി? നടക്കാൻ കഴിയുമോ? സഞ്ജു വീണ്ടും അവളുടെ കയ്യിൽ പിടിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ചോദിച്ചതും അടുത്ത നിമിഷം അവളെ മറ്റൊരു കൈ വന്ന് വലിച്ച് നെഞ്ചിലേക്കിട്ടിരുന്നു. ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയതും കണ്ടു ചുവന്നു വീർത്ത മുഖവുമായി നിൽക്കുന്നവനെ. സഞ്ജു വല്ലാത്തൊരു ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോൾ അല്ലി അവളുടെ ദേവയെ കണ്ണുമിഴിച്ചു നോക്കി. അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ പെണ്ണിൻ്റെ മുഖവും ഒന്ന് കുത്തി വീർത്തു. കയ്യിൽ കിടന്ന് കുതറി മാറാൻ നോക്കുന്നതിന് മുൻപേ അവളെ ഒന്നാകെ വാരിയെടുത്ത് തോളിലേക്കിട്ടു മാധവ്. മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞു അല്ലി. ഇനിയും അലറി വിളിച്ച് വെറുതെ ഒരു സീനുണ്ടാക്കേണ്ടെന്ന് തോന്നിയത് കൊണ്ട് കൊച്ച് അവൻ്റെ ഇഷ്ടത്തിനങ്ങ് നിന്നു കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. അവളുമായി തിരിഞ്ഞു നടക്കുന്നതിന് മുൻപേ ഒരിക്കൽ കൂടി സഞ്ജുവിനെ തിരിഞ്ഞു നോക്കി മാധവ്. അമ്മാവനെ കാണാൻ വന്നതും താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇവളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ ദേവമാധവ് ആരാണെന്ന് തള്ളയും പിള്ളയൊക്കെ അറിയും. താക്കീതോടെ പറഞ്ഞുകൊണ്ട് മാധവ് മുന്നോട്ട് നടക്കുമ്പോൾ പകയെരിയുന്ന കണ്ണോടെ അവനെ നോക്കി മുഷ്ടി ചുരുട്ടി പിടിച്ചതേയുള്ളൂ സഞ്ജു. വിട്ടെ എന്നെ. റൂമിനുള്ളിലെത്തിയതും കുതറി ഇറങ്ങിക്കൊണ്ട് പെണ്ണ് പറഞ്ഞതും ഒറ്റ തള്ളിന് അവളെ ബെഡിലേക്കിട്ടവൻ. കൊല്ലുവോ കാല എന്നെ? എന്തൊക്കെയാ നീ പറഞ്ഞേ? പാവം സഞ്ജുവേട്ടൻ, അവളുടെ ഒരു പേട്ടൻ. പല്ല് കടിച്ച് പറഞ്ഞുകൊണ്ട് അവൾക്ക് മുകളിലായി തന്നെ അമർന്നു കളഞ്ഞവൻ. എൻ്റെയാ നീ? വേറെ ഏതെങ്കിലും ഒരുത്തനെ നോക്കിയാലുണ്ടല്ലോ. നോക്കിയാ നീ എന്തോ ചെയ്യും? പെണ്ണ് തിരിച്ച് കലിപ്പിട്ടതും വീണ്ടും ആ മുഖം ഒന്ന് വീർത്തു. നീ എൻ്റെ ഏട്ടനാണെന്നല്ലേ പറഞ്ഞത്? അതും ഉണ്ണിയേട്ടനെ പോലെ, അച്ചുവേട്ടനെ പോലെ അല്ലേ? രണ്ടിൻ്റെയും മുഖം ഒരുപോലെ ദേഷ്യവും സങ്കടം കൊണ്ട് നിറഞ്ഞു. ആണോടി? അങ്ങനെയാണോ? അതെ, അങ്ങനെ തന്നെയാ. നീയാ പറഞ്ഞേ, എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞേ. ഇത്തവണ പെണ്ണിൻ്റെ വാശിയും കുറഞ്ഞില്ല. അടുത്ത നിമിഷം വീർപ്പിച്ചു വെച്ച കവിളിൽ അമർത്തി കടിച്ചു നോവിച്ചവൻ. ആ വിട്ട് ദുഷ്ടാ, അടങ്ങിക്കിടക്കടി. ഞാൻ നിൻ്റെ ആരാന്ന് നിനക്ക് നന്നായി അറിയാം. ഇനിയും അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പം തന്നതുപോലെ മൊത്തത്തിൽ പിടിച്ച് സീൽ ചെയ്യും. അതുപോരാതെ നേരത്തെ തള്ള കിടന്ന് പ്രസംഗിച്ചതുപോലെ പിടിച്ച് പലതും ചെയ്യും. എന്നിട്ട് ജയിലിൽ പോയി കിടക്കും. തിരിച്ചു വന്നിട്ട് നമ്മുടെ കല്യാണം. പെണ്ണിൻ്റെ കവിളിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ പറയുന്നവനെ കണ്ണും മിഴിച്ച് നോക്കിയിരുന്നു പോയവൾ. എന്തൊക്കെയാ ഈ ചെക്കൻ വിളിച്ച് പറയുന്നേ? അയ്യേ. അല്ലിയുടെ ഉള്ളിൽ മൊത്തം ആ ഒരു ചിന്തയായിരുന്നു. പ്രകൃതി. കണ്ണുമിഴിച്ച് വാ തുറന്നു നിൽക്കുന്നവളെ കാണെ മാധവൊന്ന് പതിയെ വിളിച്ചു. ഈശ്വര, ബോധം പോയോ? പ്രകൃതി. കവിളിൽ തട്ടി ഒന്നുകൂടി വിളിച്ചതും മിഴികളൊന്ന് ചിമ്മി തുറന്നുകൊണ്ട് അവനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കി. എന്താടി? ഇങ്ങനെയാണോടാ പ്രപ്പോസ് ചെയ്യുന്നത്? ഇതുപോലെ ആരെങ്കിലും ഇഷ്ടം പറയുമോ? ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് പെണ്ണ് ചോദിച്ചതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി ബെഡിലേക്ക് മലർന്നു കിടന്നു. അടുത്ത നിമിഷം തന്നെ അവളെയും പിടിച്ച് ദേഹത്തേക്കായിട്ടവൻ. ഞാൻ നിൻ്റെ ദേവയാ, നീ എൻ്റെ പ്രകൃതിയും. എന്നെപ്പോലെ ഞാനും നിന്നെപ്പോലെ നീയും മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ പ്രപ്പോസൽ ഇങ്ങനെ ആവട്ടെടി. പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുടുകളിൽ വിരൽ വെച്ച് വിടർത്തിയതും അവളും ഒരു ചിരിയോടെ അവനെ നോക്കി. അല്ല ദേവാ, അപ്പോൾ നമ്മുടെ കല്യാണം ഇതുപോലെ ആവില്ലേ? എനിക്ക് തോന്നുമ്പോൾ ഞാൻ കിട്ടും. അപ്പം എനിക്ക് തോന്നണ്ടേ? നിനക്കും തോന്നും. അതിന് മിണ്ടാതെ കിടക്കടി. ഇനിയും 4 ദിവസം കൂടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. അല്ലി വീണ്ടും എന്തോ ചോദിക്കാൻ നിന്നതേ ചെക്കൻ്റെ അലർച്ച വീണ്ടും ഉയർന്നു. ഈ 4 ദിവസത്തിൻ്റെ കാര്യം കൊച്ചിന് മനസ്സിലായില്ലെങ്കിലും ഇനിയും എന്തെങ്കിലും ചോദിച്ചാൽ അവന് ബാധ കയറുമെന്നറിയാവുന്നത് കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖമർത്തി വെച്ച് കിടന്നവൾ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ മാധവും. പിള്ളേർ ഇനിയും കണ്ടില്ലല്ലോ ലച്ചു. അല്ലിമോളും വന്നില്ലല്ലോ. മുത്തശ്ശിയാണ്. അത്രയും പേരുണ്ടെങ്കിൽ പോലും മാധവിൻ്റെയും അല്ലിയുടെയും ഒച്ചയും ബഹളവും ഇല്ലെങ്കിൽ തറവാട് ഉറങ്ങിയതുപോലെയാണ്. ഓരോരുത്തരും ഓരോ മൂലയിലായി ഇരിപ്പാണ്. മാലിനി പറഞ്ഞതിൽ സേതുവിൻ്റെയും കാവ്യയുടെയും വക മാപ്പുചോദിപ്പൊക്കെ ഉണ്ടായിരുന്നു. മാലിനിയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരും പിണക്കമൊന്നും കാണിച്ചില്ല. പക്ഷേ പിണങ്ങിപ്പോയ 2 വേറെ ഉണ്ടല്ലോ, അതുങ്ങളെ ഇണക്കാനാണ് പാട്. അല്ലിയാണ് തല്ലിയതെങ്കിൽ പോലും അല്ലി ക്ഷമിക്കും. പക്ഷേ അവളുടെ ദേവയെ വേദനിപ്പിച്ച ആളിത്തിരി ടെററാണ്. മെരുക്കിയെടുക്കാൻ പാടാണ്. എന്തു ചെയ്യാനമ്മേ? ഉണ്ടായത് എന്താന്ന് പോലും നോക്കാതെയല്ലേ ദേവേട്ടൻ കണ്ണനെ തല്ലിയേ?
ഇനി രണ്ടും മിണ്ടുമെന്ന് തോന്നുന്നില്ല. അച്ചുമ്മയും ഇത്തിരി സങ്കടത്തോടെ പറഞ്ഞു. അമ്മ ഒന്ന് ചെന്ന് വിളിച്ചു നോക്കിക്കേ. കാര്യം ബഹളമാണെങ്കിലും അവരില്ലാതെ ബോറടിക്കുന്നു. അച്ചുവാണ്. സൺഡേ ആയതുകൊണ്ട് ഡോക്ടറും പോലീസും വീട്ടിൽ തന്നെ ഉണ്ട്. നീ അവരുടെ ഏട്ടനല്ലേ, നിനക്കങ്ങ് ചെന്ന് വിളിച്ചാൽ പോരെ, എന്നെ എന്തിനാ തള്ളിവിടുന്നേ? ലച്ചുമ്മ ഒന്ന് പരിങ്ങിക്കൊണ്ടാണ് പറച്ചിൽ. ഈ നേരം രണ്ടിൻ്റെയും മുന്നിൽ ചെന്ന് പുന്നാരിക്കാൻ നിന്നാൽ അവരെന്തൊക്കെ പറയുമെന്നറിയില്ല. രണ്ടിനും ഒരുപോലെ ഭ്രാന്താണേ. കഴിഞ്ഞ തവണത്തെ പിണക്കം മാറ്റാൻ എൻ്റെ ഒരു കാർഡാണ് രണ്ടും കൂടി കൊണ്ടുപോയത്. ഇനി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് ഉണ്ണി പോകും. അച്ചു ആ ഡ്യൂട്ടി നേരെ ഉണ്ണിക്ക് കൈമാറി. എന്തൊക്കെ ചെയ്തിട്ടായാലും വേണ്ടിയില്ല, എൻ്റെ പിള്ളേരുടെ പിണക്കം മാറ്റിക്കൊണ്ട് വരണം. മുത്തശ്ശി തീർത്തു പറഞ്ഞതും ഉണ്ണിയെ ദൗത്യം ഏറ്റെടുത്ത് മുകളിലേക്ക് കയറി പുറകെ അച്ചുവും. അവരുടെ പരസ്പര സ്നേഹവും വിശ്വാസവും ഒക്കെ കണ്ട് കേട്ടും അസൂയ നിറയുന്ന മനസ്സുമായി കാവ്യ ഒരു സൈഡിലായി മാറി നിൽപ്പുണ്ട്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലെങ്കിലും മാധവിൻ്റെയും മല്ലിയുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴുമെന്ന് ചെറിയൊരു പ്രതീക്ഷ അവൾക്കുള്ളിലുമുണ്ടായിരുന്നു. അതിനു മുകളിൽ ഏറ്റ അടി തന്നെയായിരുന്നു അവരുടെ പെരുമാറ്റം ഓരോന്നും. ഉണ്ണിയുടെ കാടിൻ്റെ ബലത്തിൽ ആ പിണക്കം അവസാനിപ്പിച്ചു രണ്ടുപേരും വന്നെങ്കിൽ പോലും വിരുന്നുകാരോടുള്ള ചെക്കൻ്റെ കലിപ്പ് മാറിയിരുന്നില്ല. ഊണ് കഴിക്കാനിരുന്നപ്പോഴും മാലിനി അപ്പച്ചിയെ നോക്കി ദഹിപ്പിക്കാൻ മാധവ് മറന്നില്ല. ചെക്കൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ഭയന്ന് അപ്പച്ചി സൈഡായെന്ന് പറയാം. കാവ്യയും സഞ്ജുവും പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. എങ്കിലും കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിലെന്ന് പറഞ്ഞതുപോലെയാണ് രണ്ടിൻ്റെയും അവസ്ഥ. കളിക്കല്ലേ ദേവാ. ബെഡിൽ കാലും നീട്ടി വെച്ചിരുന്ന് ഫോണിൽ കാര്യമായി പാട്ട് കേൾക്കുന്ന തിരക്കിലാണ് അല്ലി. പെണ്ണിൻ്റെ കാൽവിരലിൽ പതിയെ തഴുകിയും തൊട്ടു നോക്കിയും കിടപ്പാണ് മാധവ്. വെട്ടിയൊതുക്കിയ കാൽവിരലുകളിൽ ഇളം പിങ്ക് നിറമുള്ള നെയിൽ പോളിഷ് കൂടിയുണ്ട്. കാലിൽ കിലുങ്ങുന്ന കൊലുസും കൂടി ആയതും നോക്കിയിരിക്കാൻ തോന്നിപ്പോകുന്നൊരു ഭംഗിയുണ്ട് അതിന്. എനിക്ക് കടിക്കാൻ തോന്നുന്നുണ്ട് പ്രകൃതി. വിരലുകളിൽ തഴുകിക്കൊണ്ട് മുഖമുയർത്തി അവൻ പറഞ്ഞതും കാലൊന്ന് വലിച്ചെടുക്കാൻ ശ്രമിച്ചു അല്ലി. കുറുമ്പ് പിടിച്ചൊരു ചിരിയോടെ ആ വിരലുകളിൽ പിടുത്തമിട്ടു മാധവ്. ദേവാ. വേണ്ട. എൻ്റെ അല്ലേ? എനിക്കുള്ളതല്ലേ? ഉത്തരം പറയടി. ചുവന്ന് തുടുത്തുപോയ ആ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് ചോദ്യം. പിടച്ചിലൂടെ നോട്ടം വെട്ടിച്ച് കളഞ്ഞവൾ. അവൻ്റെ മുഖമൊന്ന് വീർത്തു. ദേഷ്യത്തോടെ ആ കാലിൽ പിടിച്ചൊന്ന് വലിച്ചതും ബെഡിലേക്ക് തന്നെ ചാഞ്ഞുപോയി അല്ലി. അടുത്ത നിമിഷം ഒന്ന് ഉയർന്നുകൊണ്ട് അവൾക്ക് മുകളിലായി കൈകുത്തി നിന്നവൻ. പറ ദേവാ. ഉത്തരം പറ പ്രകൃതി. വാശിയാണ് അവനിൽ, വല്ലാത്തൊരു വാശി. അതിങ്ങനെ കൂടി വരുമ്പോൾ മുഖം ഒന്നാകെ ചുവക്കും, കവിളി രണ്ട് വീർക്കും. വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങിയ മുഖത്തേക്ക് അവൾ അത്രമേൽ പ്രണയത്തോടെ നോട്ടമെയ്തതും അവനുള്ളവും ഒന്ന് തുള്ളിപ്പോയി. ഇങ്ങനെ നോക്കലടി. അവളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഏറിയ മിടിപ്പ് അവനും അറിയുന്നുണ്ട്. ദേവാ, എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുക പെണ്ണെ. നീ ഇങ്ങനെ നോക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലൊരു കുതി തോന്നും. വിടർന്ന മിഴികളോടെ അവനെ ഒന്ന് നോക്കിയവൾ. ആദ്യമായാണ് ഇങ്ങനെയൊരു കൺഫെഷൻ, അതും തൻ്റെ ദേവയിൽ നിന്ന്. സത്യം, നിന്നെ ഞാൻ പലതും ചെയ്തു പോകും പ്രകൃതി. ആ തള്ള വിളിച്ചു പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്തു പോകും ഞാൻ. കുറുമ്പ് നിറഞ്ഞ നോട്ടത്തിൻ്റെ അകമ്പടിയോടെ അവൻ പറയുമ്പോൾ എത്രയൊക്കെ അടക്കി പിടിച്ചിട്ടും പെണ്ണ് ചിരിച്ചുപോയി, കൂടെ അവനും. മുകളിലെ കോമൺ ബാൽക്കണിയിലായി തനിച്ചിരിക്കുന്ന മാധവനെ കാണെ കാവ്യയുടെ മിഴികളൊന്നും തിളങ്ങി. അല്ലിയില്ലാതെ അവനെ തനിച്ച് കാണുന്നത് വളരെ വിരളമാണ്. ശരിക്കും അവനോട് തോന്നുന്നത് എന്താണെന്ന് അവൾക്കറിയില്ല. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവനോടല്ല, അല്ലിയോടാണ് അവൾക്ക് തോന്നുന്നത്. അസൂയയും കുശുമ്പുമൊക്കെ. ഒരാളിങ്ങനെ ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോഴുള്ള അസൂയ. അവളെപ്പോലെ ആവാനുള്ള ആഗ്രഹം, അല്ലാതെ മാധവനോടുള്ള പ്രണയമൊന്നുമല്ല. ഹായ്, ദേവ് ഇന്ന് തനിച്ചാണോ? അരികിലായി വന്നു നിന്നുകൊണ്ടുള്ള ചോദ്യം കേട്ടതും മുഖം ചുളിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കിയവൻ. എക്സ്ക്യൂസ് മീ. അത് ദേവ് തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മാധവ്. അങ്ങനെ വിളിക്കാം, അങ്ങനെയേ വിളിക്കാവൂ. അതൊരാജ്ഞ തന്നെയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവളുടെ മുഖം വിളറി, ചുണ്ടിലെ ചിരിപ്പാടെ മാഞ്ഞു. അത് പിന്നെ ഞാൻ അല്ലി. അവൾ എൻ്റെയാണ്. അവൾ വിളിക്കുന്നത് അവൾക്ക് മാത്രം അവകാശമുള്ളതും. കാവ്യ വീണ്ടും നിന്ന് വിക്കിയതും അടുത്ത നിമിഷം തന്നെ അടുത്ത താക്കീതും വന്നു. വലിയൊരു കൗതുകത്തോടെ അവനെ നോക്കി നിന്ന് പോയി കാവ്യ. ഒരാൾക്ക് ഇത്രയും പ്രണയിക്കാനാവുമോ എന്നുള്ള അത്ഭുതം, എന്തോ വിസ്മയം കാണുന്ന പോലെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. അമ്മ അങ്ങനെ പറഞ്ഞതിൽ ഉള്ള ദേഷ്യമാണോ മാധവ്? അവനോടുള്ള സംസാരം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും അവൾ ചോദിച്ചതും താല്പര്യമില്ലാത്തതുപോലെ ചെക്കൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞു. കാവ്യ എന്നൊരു വ്യക്തിയെ അവൻ വെറുതെ പോലും ശ്രദ്ധിച്ചിട്ടില്ല. സഞ്ജു പിന്നെ അവൻ്റെ സ്വത്തിൽ കണ്ണുവെച്ച് നടക്കുന്നത് കൊണ്ടാണ് കാര്യമായി തന്നെ നോക്കിയത്. പക്ഷെ കാവ്യ
അമ്മ ഒരു പ്രത്യേക ടൈപ്പാണ് മാധവ്, അതാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. തൻ്റെ അമ്മ എങ്ങനെയായാലും ഐ ഡോണ്ട് കെയർ. പിന്നെ അവർക്കിട്ട് കൊടുത്തത് തൻ്റെ പെണ്ണിനെ പറഞ്ഞതിനാണ്. അത് ആർക്കായാലും കിട്ടും. വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളെ പഠിക്കുന്നത് പോലെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പതറിക്കൊണ്ട് നിന്നുപോയവൾ, ഷീസ് മൈൻ, എൻ്റെ ഭ്രാന്ത്. അതുപോലെ ഇതെൻ്റെ കുടുംബമാണ്. ഇവിടെ ബാക്കിയുള്ളത് എൻ്റെ 2 അനിയത്തിമാരും. നിൻ്റെ ഏട്ടനോട് സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഗോപികയുടെയും പാർവണയുടെയും ഏട്ടനാണ് ഞാനെന്ന്. കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ അതിനർത്ഥം മനസ്സിലായതുപോലെ തറഞ്ഞു നിന്നവൾ. വന്ന ജോലി അതത്ര എളുപ്പമല്ല എന്നുള്ള ബോധ്യം അവളിൽ നിറഞ്ഞു. എതിരെ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല, സൂക്ഷിക്കണം. മറ്റാരിലുമേറെ സൂക്ഷിക്കേണ്ട ഇനമാണിപ്പോൾ പോയവനെന്ന്.